അവസാനമായി ഒരൊറ്റ കാര്യം പറയുകയാണ്. മഹാന്മാരായ എല്ലാ ആലിമീങ്ങളും എല്ലാ ഇമാമീങ്ങളും അവരുടെ പദവിയിലേക്ക് എത്തിയത് ബിമഹബ്ബതിഹിം ലിറസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹുബ്ബാണ്, റസൂലുള്ളാഹിനോടുള്ള ഇഷ്ഖാണ്. എല്ലാ ഇമാമീങ്ങളുടെയും പദവി നൽകിയതാരാണ്? അത് ഹബീബ് തന്നെ. അറിയുമോ സഹോദരന്മാരെ, ഞാൻ ഇന്ന് ഈ വിഷയം പറയാൻ വേണ്ടി വരുമ്പോൾ ഉസ്താദ് അവരുടെ സ്മരണികയൊന്ന് ഓടിച്ചു നോക്കി. ഞാൻ എല്ലാ ദിവസവും വഅദിന്റെ അവസാനം റഹ്മത്തുൽ ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കുറിച്ചൊരു 2 വാക്ക്. കാരണം ഞാൻ വഅദ് പറയാൻ അർഹനല്ല, ഞാൻ ഉപദേശിക്കാൻ യോഗ്യതയുള്ളവനല്ല, ഞാൻ തന്നെ എന്റെ കാര്യത്തിൽ ബേജാറുള്ളവനാണ്. അപ്പോൾ ജനങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞതൊന്ന് മനസ്സിലാകാൻ, എനിക്കിത് ഹബീബിന്റെ മുമ്പിലേക്കൊരു കാണിക്കയാകാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് അല്പമൊന്ന് പറഞ്ഞിട്ടാണ് നിർത്താറുള്ളത്. ഞാൻ എന്താണ് പറയുക എന്നിങ്ങനെ ആലോചിച്ചു നോക്കുമ്പോൾ ഉസ്താദിന്റെ സ്മരണികയിൽ ഒന്ന് വായിക്കാൻ കഴിഞ്ഞു. അവിടുത്തെ ചെറുപ്പകാലത്ത് ഒരു ദിവസം രാവിലെ കരയുകയാണ്. എന്തേ മോനെ കരയുന്നത്? ഞാൻ ഇന്നലെ റസൂലുള്ളാഹിനെ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങളെ കണ്ടു. അവിടുന്ന് കഅബയുടെ മേലെ നിൽക്കുകയാണ്. ഞാൻ ഇങ്ങനെ കല്ലെടുത്തു കൊടുക്കുകയാണ്. ചെറുപ്പകാലത്ത് ഉസ്താദ് കണ്ട ഒരു കാഴ്ച വീട്ടിൽ പങ്കുവച്ചത് വായിക്കുമ്പോ എന്റെ ഈ വിഷയവും മദീനയിലേക്കു തന്നെ. കാരണം എല്ലാം ഹബീബിലേക്കുള്ള കാണിക്കയാണ്, എല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് വെക്കാനാണ്. അപ്പോഴെന്റെ പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിലെ ഈ വെള്ളിയാഴ്ച രാവ് മദീനത്ത് എത്ര മുഹിബ്ബീങ്ങൾ സന്തോഷിക്കുന്ന രാത്രിയാണ്, റസൂലുള്ളാഹിനെ കാണുന്ന രാത്രിയാണ്, ഹബീബിനെ അനുഭവിക്കുന്ന രാത്രിയാണ്, സലാം പറയുമ്പോൾ മടക്കി കിട്ടുന്ന രാത്രിയാണ്. ഇതിന്റെ വില നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് ഈ വെള്ളിയാഴ്ച രാവിൽ ഇവിടെ കൂടിയിട്ടൊരു 10 സ്വലാത്ത് ചൊല്ലിയിട്ട് നമുക്ക് മദീനയിലേക്ക് സമ്മാനമയക്കണം, ഹബീബിലേക്ക് നമുക്കൊന്ന് എത്തിച്ചു കൊടുക്കണം. അതിനുള്ള നല്ല അവസരമല്ലേ പ്രിയമുള്ളവരെ? ലോകത്തെ ഏറ്റവും നല്ല അമല് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്വലാത്താണ്. ഈ മാസം നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ ഇതുപോലെ തന്നെ നമ്മളോട് വിട പറഞ്ഞു പോയ വെള്ളിലെ ഉസ്താദിനെ മറക്കാൻ പറ്റുമോ? അത് ജന്നത്തുൽ ബഖീൽ കിടക്കുന്നില്ലേ? സാധുക്കളായ ഞങ്ങൾ ആ വർഷം ഹജ്ജിന് പോയ സംഘത്തിൽപ്പെട്ടവരാണ്. ഞങ്ങളുടെ വാഹനത്തിലേക്ക് എന്റെ ജ്യേഷ്ഠൻ വിളിച്ചു ചോദിച്ചു, മോനെ നിങ്ങളുടെ വാഹനം എവിടെ എത്തി? വല്ല തകരാറുണ്ടോ? ഇക്കാ ഞങ്ങൾ റാഹത്തായി യാത്ര ചെയ്യുകയാണ്. മറുപടി പറഞ്ഞു കഴിയുമ്പോഴേക്ക് പറഞ്ഞു, നമ്മുടെ ഏതോ ഒരു വാഹനം അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. നിമിഷങ്ങൾ വൈകിയില്ല. അല്പം കൂടി മുന്നോട്ട് ചെല്ലുമ്പോൾ അതാ റോഡ് സൈഡിൽ 3 ജനാസ മൂടിയിട്ടിരിക്കുന്നു. ആരുടേതാണെന്നറിഞ്ഞില്ല. അവിടുത്തെ നിയമപ്രകാരം നമ്മുടെ വാഹനം അവിടെ നിർത്തുകയില്ല. മദീനത്തുൽ ഹുജ്ജാജിലേക്ക് ചെല്ലുമ്പോഴേക്ക് നാട്ടിൽ നിന്ന് ഫോൺ കോൾ വരികയാണ്, ഞങ്ങളുടെ വെള്ളിലെ ഉസ്താദിന് എന്തു പറ്റി? കണ്ടില്ലേ സഹോദരന്മാരെ, ആ മഹാനായ ഉസ്താദ് അവറുകളും നമ്മളോട് യാത്ര പറഞ്ഞുപോയി. അല്ലാഹു തആല അവിടുത്തെ ദറജ ഉയർത്തട്ടെ.
അപ്പോഴാണ് അറിയുന്നത് ആ റോഡ് വക്കിൽ മൂടിക്കിടന്ന ഒന്നിൽ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ നേതാവ് വെള്ളിലെ ഉസ്താദ് ഉണ്ടായിരുന്നു എന്ന്. ആ യാത്ര തിരിക്കുന്നതിന് മുമ്പ് കഅബാലയത്തിന്റെ മുറ്റത്ത് വെച്ച് ദേവർശോല ഉസ്താദിനോട് പറഞ്ഞു, ഞാൻ പോയിട്ടേ നിങ്ങളെല്ലാവരും പോവുകയുള്ളൂ എന്ന്. ദേവർശോല ഉസ്താദ് പ്രാവശ്യം SYSന്റെ അമീറായി പോയതാണ്. അള്ളാഹു കബൂലാക്കട്ടെ, ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ. പ്രിയമുള്ളവരെ, അതുപോലെ പറഞ്ഞു പോയവർ ബഖീഇൽ കിടക്കുന്നുണ്ട്. മഹാനായ ചെറുശോല ഉസ്താദ് നമ്മളെ വിട്ടുപിരിഞ്ഞതിന്റെ മാസമാണ്. അതുപോലെ ഏറെ അലിമീങ്ങൾ നമ്മളോട് യാത്ര ചോദിച്ചു. ഈ മാസം തന്നെയല്ലേ മലബാറിനെ മദീനയിലേക്ക് ചേർത്ത് വെച്ച് അനുരാഗത്തിന്റെ കവിത ചൊല്ലി പ്രണയത്തിന്റെ മാല്യം തീർത്ത ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹു നമ്മളോട് വിട പറഞ്ഞ മാസമല്ലേ? പറയുമ്പോഴേക്ക് സ്വല്ലല്ലാഹു നമ്മുടെ മനസ്സിൽ അലയടിക്കുന്നില്ലേ? കൂട്ടുകാരാ, നന്നായി സ്വലാത്തു ചൊല്ലണം. ഹബീബായ നബി തങ്ങളോട് മഹബ്ബത്ത് വെക്കണം. ചോദിക്കുന്നതെല്ലാം തരാനുള്ള വസീലയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സ്ഥാപനത്തിന്റെ സാരഥിയായിരുന്ന മഹാനായ ടി ഉസ്താദും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയോട് പ്രണയം വെച്ച് ചെറുപ്പത്തിലെ റസൂലുള്ളാഹിനെ കണ്ട് അത് വായിക്കുമ്പോ എന്റെ മനസ്സിലേക്ക് ഓടി വന്നത് ഇമാമുന ശാഫിഈ തങ്ങളെയാണ്. ശാഫി ഇമാമു തങ്ങൾ ആരാണ്? 10 വയസ്സിൽ മക്കയിൽ താമസിക്കുമ്പോൾ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കിനാവിൽ കണ്ടിട്ട് അവിടുത്തെ തുപ്പുനീര് ബറക്കത്തിന് വായിലേക്ക് സ്വീകരിച്ച മഹാനല്ലേ ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. അതുപോലെ എല്ലാ ഇമാമീങ്ങളും അവരവരുടെ വിജയത്തിന്റെ വഴിയും വിജയത്തിന്റെ നിദാനവും റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ ഹബീബിലേക്ക് ഈ സദസ്സിൽ നിന്നൊന്ന് ചേരണം. മക്കയിൽ കിടക്കുന്ന ഉസ്താദിന്റെ ഹളറത്തിലേക്ക് നമുക്ക് ഈ സദസ്സിൽ നിന്നൊരു 10 തഹ്ലീൽ സമ്മാനിക്കണം. ഈ വെള്ളിയാഴ്ച രാവിൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ക് ചേർത്ത് പിടിച്ച് മഹബ്ബത്തിന്റെ ലോകത്തൊന്ന് ജീവിക്കണം. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ അതിനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഹബീബിലേക്ക് ഞങ്ങളെ ഒന്ന് ലയിപ്പിക്കണേ അല്ലാഹ്. എല്ലാ മുഅ്മിനീങ്ങളും ഒന്ന് എഴുന്നേറ്റാൽ, ഒന്നടുത്തു നിന്നാൽ നമുക്ക് റസൂലുള്ളാഹിന്റെ മഹബ്ബത്ത് ഒന്ന് പറയാമല്ലോ. ഉസ്താദ്മാർക്ക് ഇരിക്കലായിരിക്കും സൗകര്യം. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് അടുത്തേക്ക് നിന്നാൽ, ഞാനിവിടെ വഅദ് പറയാൻ അർഹനല്ല, ഞാൻ വലിയ ഇൽമുള്ള ആളല്ല, ഞാനൊരു മുതഅല്ലിമാണ്, ഞാൻ മഹബ്ബത്ത് പറയാൻ അർഹനല്ല. അല്ലാഹുവിന്റെ ഹബീബിനെ മഹബ്ബത്ത് വെക്കാൻ മാത്രം പുണ്യമുള്ളൊരു ഹൃദയം എനിക്കില്ല. അതിനുള്ള കൊതിയല്ലാതെ അർഹതയില്ല. നമുക്കെല്ലാം ആശിക്കുകയല്ലാതെ കഴിവുള്ളവരൊക്കെ ഒന്ന് മുന്നോട്ടടുത്തു നിന്നാൽ നമുക്ക് നേതാവായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് പറയാമല്ലോ. മുസ്തഫായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്തൊന്ന് പറയാമല്ലോ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നല്ല മഹബ്ബത്ത് വെച്ച് സ്വലാത്തു ചൊല്ലിയാൽ ഹബീബ് നമ്മളെ കേൾക്കും. അതിൽ പ്രതീക്ഷ വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെച്ചാൽ കൊതിക്കുന്നത് ലഭിക്കും. നിരാശ വേണ്ട. കണ്ടില്ലേ, മഹാന്മാരായ അഇമ്മത്ത് പറഞ്ഞു, വേണ്ടതെല്ലാം നൽകാനുള്ള അല്ലാഹുൽ മുഅ്തി വ അന ഖാസിമുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, അല്ലാഹു നൽകുന്നവനാണ്, വിതരണം ചെയ്യുന്നത് ഞാനാണ്. ആ വിതരണം എന്തും വിതരണം ചെയ്യാനുള്ള നേതാവാണ്. മഹാന്മാരായ സ്വാലിഹീങ്ങൾ അവർക്ക് ഭക്ഷണം വേണം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തിനു ശേഷം നൽകിയില്ലേ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വീട്ടുതടങ്കലിൽ ഇരിക്കുമ്പോൾ വെള്ളം നൽകിയത് ഹബീബല്ലേ? അലി റളിയല്ലാഹു അൻഹുവിന് സ്വപ്നത്തിൽ കാരക്ക നൽകിയത് നമ്മൾ വായിച്ചില്ലേ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹബ്ബത്ത് വെച്ച മഹാന്മാർ അവരെല്ലാം ഹബീബിലേക്ക് സമർപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. റഹ്മത്ത് ബിന്ത് ഇബ്രാഹിം എന്നൊരു മഹദിയുണ്ട്. ഇമാം സുബ്കി റഹ്മത്തുള്ളാഹി അലൈഹി തബഖാത്തിൽ എഴുതിയിട്ടുണ്ട്. ഭർത്താവ് ഷഹീദായി പോയി, അവര് ദാരിദ്ര്യത്തിലായി. ഉടനെ അള്ളാഹിനോട് ദുആരക്കാണ്, അല്ലാഹ് എന്റെ ഭർത്താവ് നിന്റെ ദീനിന്റെ മാർഗത്തിൽ ഷഹീദായി, എന്നിട്ട് ഞാനിങ്ങനെ വിഷമിച്ച് കഴിയുകയോ? എന്തു ചെയ്യാനാണ് റബ്ബേ? ഞാൻ ജനങ്ങളുടെ മുമ്പിലേക്ക് യാചിക്കാനാണോ എന്നും മനസ്സറിഞ്ഞങ്ങ് ദുആരന്നപ്പോൾ അതാ സ്വപ്നത്തിൽ ഭർത്താവിനെ കാണുകയാണ്. ഒരു സംഘത്തിന്റെ ഇടയിൽ നിന്ന് റൊട്ടി കഴിക്കുകയാണ്. ഈ പെണ്ണു ചോദിച്ചു, ഞങ്ങളിങ്ങനെ പട്ടിണിക്കിട്ടിട്ട് നിങ്ങളിങ്ങനെ കഴിക്കുകയാണ് അല്ലേ? അപ്പൊ ഷഹീദായ ഭർത്താവ് കൂട്ടുകാരോട് ചോദിച്ചു, ഇതിൽ നിന്നൊരു പീസ് റൊട്ടി എന്റെ ഭാര്യയ്ക്ക് നൽകട്ടെ? നൽകിക്കോളൂ എന്ന് പറഞ്ഞു. ഭാര്യയ്ക്ക് കിട്ടി. പിന്നെ 20 കൊല്ലം ആ മഹദി ജീവിച്ചു. ഭക്ഷണം കഴിച്ചിട്ടില്ല, വെള്ളം കുടിച്ചിട്ടില്ല, ദാഹിച്ചിട്ടില്ല, വിശന്നിട്ടില്ല, വുളൂ മുറിയുന്ന ഒരവസ്ഥയും അവർക്കില്ല. അന്നത്തെ ആലിമീങ്ങളോട് ഫത്വ ചോദിച്ചു, ഞാൻ നിസ്കരിക്കാൻ ഒളു എടുക്കണോന്ന്. അപ്പോൾ ആലിമീങ്ങൾ പറഞ്ഞു, നിസ്കാരത്തെ ബഹുമാനിച്ചുകൊണ്ട് നിങ്ങൾ ഒളു എടുക്കണമെന്ന്. എന്നതല്ലാതെ അവർക്ക് വേറെ ഒരു പ്രയാസവും ഇല്ല. ഇത് ഞാൻ പറഞ്ഞ കഥയല്ല. ഇമാം സുബ്കി റഹ്മത്തുള്ളാഹി അലൈഹി റഹ്മത്ത് ബിന്ത് ഇബ്രാഹിം എന്ന മഹദിയെ കുറിച്ച് എഴുതുകയാണ്. ഈ വിഷയം സഊദി അറേബ്യയിൽ ഇരുന്ന് അഹ്മദുദ് ദൗഗാൻ എന്ന പണ്ഡിതൻ ദർസ് എടുക്കുമ്പോൾ ചില പുതിയ ആളുകൾക്കൊരു സംശയം, ഇങ്ങനെയും കറാമത്തുണ്ടാകാമോ എന്ന്. അപ്പൊ അന്നത്തെ അവിടെ കൂടിയൊരു മുത്തഅല്ലിമാണ് അബ്ദുൽ ഇലാഹ് അൽ അർഫജ് എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ. അദ്ദേഹം സഊദിയിലെ ഒരു യൂണിവേഴ്സിറ്റിയിലെ എക്സാമിനേഷൻ വിഭാഗം തലവനാണ്. അദ്ദേഹം കേട്ടു, എടാ ഇങ്ങനെ കറാമത്തുണ്ടാകാൻ പാടില്ലെന്നോ. അദ്ദേഹം വീട്ടിൽ പോയി കിതാബെല്ലാം എടുത്തൊന്ന് പരിശോധിച്ചപ്പോൾ ഈ കറാമത്തിനെ സ്ഥാപിക്കാൻ പറ്റുന്ന ആയത്തുകളും ഹദീസുകളും എല്ലാം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം ഒരു ഗ്രന്ഥം എഴുതി. തംബീഹു ഉലിൽ അൽബാബ് ഫീ കറാമാത്തി ത്വആമി വശറാബ് എന്നൊരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ആ ഗ്രന്ഥം എന്റെ കൈവശമുണ്ട്. ഞാൻ ഈ പറയുന്ന പണ്ഡിതൻ അദ്ദേഹം സൗദി അറേബ്യയിലെ കിങ് ഫൈസൽ യൂണിവേഴ്സിറ്റിയിലെ എക്സാമിനേഷൻ വിഭാഗം തലവനാണ്. നമ്മുടെ സ്ഥാപനത്തിൽ കേരളത്തിൽ വന്നിട്ടുള്ള ആളാണ്. അബ്ദുൽ ഇലാഹ് അൽ അർഫജ് അഹ്മദുദ് ദൗഗാൻ എന്ന വലിയ പണ്ഡിതന്റെ ശിഷ്യനാണ്. അവിടെ 4 മദ്ഹബിന്റെയും ദർസ് നടക്കുന്ന സ്ഥലമാണ് സൗദി അറേബ്യയിലെ അൽ അഹ്സ എന്ന പ്രദേശം. ഏതായാലും പറയട്ടെ, കണ്ടില്ലേ അല്ലാഹു തആല ഔലിയാക്കളിലൂടെ നൽകിയത്. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെച്ചവർക്ക് എല്ലാം നൽകാൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ മുഅ്ജിസത്തിലൂടെ നൽകിയിട്ടുണ്ട്. കണ്ടില്ലേ, ബഹുമാനപ്പെട്ട ഖാദി അൽ ബക്കാർ റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് പറയുകയാണ്, റഅൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വബൈന യദൈഹി തബഖുൻ ഫീഹി തംറുൻ. ബഹുമാനപ്പെട്ട ഖാദി ബക്കാർ റഹ്മത്തുള്ളാഹി അലൈഹി വലിയ പണ്ഡിതനാണ്, ഖാദിയാണ്. മഹാനവറുകൾ റസൂലുള്ളാഹിനെ കാണുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുമ്പോൾ ഹബീബിന്റെ മുമ്പിൽ ഒരു തളികയിൽ കാരക്കയിരിക്കുന്നുണ്ട്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, അത്ഇനി യാ റസൂലല്ലാഹ്, എനിക്കതിൽ നിന്ന് തരണേ നബിയെ, ഭക്ഷിപ്പിക്കണേ നബിയെ. ഫനാവലഹു സിൻതൈനി, അപ്പോൾ 2 കാരക്ക എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകി. പിന്നെയും ചോദിച്ചു, നബിയെ എനിക്ക് ഇനിയും വേണമെന്ന്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 കൂടി നൽകുകയാണ്. പിന്നെയും ചോദിച്ചു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്,
അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാരക്കയും കൂടി നൽകി. ഫസ്തൈഖള മിൻ നൗമിഹി, അങ്ങനെ ഉറക്കിൽ നിന്ന് ഉണരുമ്പോൾ വഹുവ യജിദു ഹലാവത തംരി ഫീ ഫമിഹി വന്നവാ ഫീ യദിഹി. ഉണരുന്ന നേരത്ത് കാരക്കയുടെ മധുരം നാവിലുണ്ട്, കാരക്കയുടെ അരികൾ കയ്യിലുണ്ട്. ആ നിലക്കാണ് ഉണരുന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രാത്രിയിൽ മനാമിൽ കണ്ടപ്പോൾ കിട്ടിയ കാരക്കയുടെ രുചിയാണ്, അതിന്റെ അരിയാണ് കയ്യിലും വായിലും ഉള്ളത്. മഹാനവറുകൾ ഈ സംഭവം ആരോടും പറഞ്ഞില്ല. അന്ന് ജീവിച്ചിരുന്ന വലിയൊരു മഹദിയാണ് അസ്സയ്യിദ സക്കിയ റളിയല്ലാഹു അൻഹാ എന്ന മഹദിയുടെ അടുക്കൽ ദുആ ചെയ്യിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ മഹദിയുടെ അടുക്കൽ രാത്രിയിൽ റസൂലുള്ളാഹിന്റെ അടുക്കൽ കണ്ടതുപോലെയുള്ള ഒരു പാത്രം കാണാം. അതിൽ അതേപോലെയുള്ള കാരക്കയുണ്ട്. വബൈന യദൈഹാ തബഖുൻ ഫീഹി തംറുൻ അലാ സൂറത്തി തബഖ് അല്ലദീ റആഹു ബിഹദ്റത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ കണ്ടതുപോലെയുള്ള അതേ കാരക്ക തന്നെ, അതേപോലെയുള്ള പാത്രത്തിൽ തന്നെ. മഹാനവറുകൾ പറഞ്ഞു, അത്ഇമീനി, എനിക്കതിൽ നിന്ന് തരണേ ഉമ്മ. രണ്ട് കാരക്ക എനിക്ക് എടുത്തു തന്നു. പിന്നെയും ഞാൻ ചോദിച്ചു, എനിക്ക് ഇനിയും വേണം. പിന്നെയും രണ്ടെണ്ണം നൽകി. പിന്നെയും ഞാൻ മഹദിയോട് ചോദിച്ചു, എനിക്ക് തരണം. ഫഅതതുഹു വാഹിദ, അഞ്ചാമത്തെ കാരക്ക നൽകി. ഫതലബ മിൻഹാ സിയാദ, പിന്നെയും ചോദിച്ചു, എനിക്ക് തരണേ. فقالت له, അപ്പം മഹദി പറയാണ്, ലൗ സാദക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശൈഅൻ മനാമൻ സിദ്നാക യഖ്ലതൻ. ഓ മോനെ, ഉറക്കിൽ അല്ലാഹുവിന്റെ ഹബീബ് ഇതിലേറെ തന്നിരുന്നെങ്കിൽ ഉണർവിൽ ഞാൻ അതിലേറെ തരുമായിരുന്നു. അല്ലാതെ ഞാൻ എന്തു ചെയ്യാനാണ്? വലൗ സാദക ലൈലൻ സിദ്നാക നഹാറാ, രാത്രിയിൽ അല്ലാഹുവിന്റെ ഹബീബ് അഞ്ചല്ലേ തന്നുള്ളൂ, പിന്നെ ഞാൻ എങ്ങനെയാണ് അതിലേറെ തരിക? ഇതല്ലേ റസൂലുള്ളാഹിന്റെ മഹബത്ത് വെച്ച ആളുകളെല്ലാം ഒരേ ലോകത്തു തന്നെ. കാരക്ക ചോദിച്ചവർക്ക് കാരക്ക, റൊട്ടി ചോദിച്ചവർക്ക് റൊട്ടി, പദവി ചോദിച്ചവർക്ക് പദവി, ഇജാസത്ത് ചോദിച്ചവർക്ക് ഇജാസത്ത്, എല്ലാം നൽകിയത് ഹബീബിനെ കുറിച്ച് നമ്മൾ വായിക്കുകയാണ്. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ പേരിൽ നന്നായി സ്വലാത്ത് ചൊല്ലണം. ഒരു തവണയെങ്കിലും റസൂലുള്ളാഹിനെ കാണണ്ടേ മോനെ. ഭാര്യയെക്കാൾ റസൂലുള്ളാഹിനോട് സ്നേഹമുണ്ടെന്ന് പറഞ്ഞിട്ട് നിന്റെ ഭാര്യയെ നീ എത്ര തവണ സ്വപ്നം കണ്ടു? അതിലേറെ റസൂലുള്ളാഹിനെ കാണണ്ടേ മോനെ. ഉമ്മാനെയും ഉപ്പാനെയും മക്കളെയുമൊക്കെ കണ്ടില്ലേ? എന്നാൽ ഒരു തവണയെങ്കിലും മുസ്തഫായ നബിതങ്ങളെ കാണാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞോ? ഇല്ലെങ്കിൽ നന്നായി സ്വലാത്ത് ചൊല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർന്ന് ഹബീബിനെ കണ്ടു മരിക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. എന്റെ കൂട്ടുകാരെ, സ്വലാത്ത് ദായിമാക്കിയിട്ട് റസൂലുള്ളാഹിനെ കണ്ട ഒരുപാട് ആളുകൾ, സാധുക്കളായ ഞങ്ങൾ ഈ വിഷയം പറയുന്നത് കൊണ്ട് ഞങ്ങളോട് പങ്കുവെക്കാറുണ്ട്. നമ്മൾ അതിനൊന്നും അർഹതയുള്ളവരല്ല. ഹബീബായ റസൂലുള്ളാഹിനോടുള്ള മഹബത്ത് സ്വഹാബത്ത് നൽകിയതിലേറെ മഹബത്ത് നൽകാൻ നമുക്ക് കഴിയില്ലല്ലോ. നമ്മുടെ മഹബത്ത് കൊണ്ട് തങ്ങൾക്കൊന്നും കിട്ടാനില്ലല്ലോ, നമുക്കല്ലേ കിട്ടാനുള്ളൂ. അപ്പൊ വെള്ളിയാഴ്ച രാവ്, ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ്, എല്ലാ മുഹിബ്ബീങ്ങളും മദീനത്തേക്ക് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ലയിക്കുന്ന രാത്രി, ഇത് നല്ല
നല്ല ഗോളടിക്കാൻ പറ്റുന്ന രാത്രിയാണ്. ഇവിടുന്ന് സ്വലാത്തു ചൊല്ലിയിട്ട് ഹബീബിലേക്കൊന്ന് ചേരാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഉമറുൽ ഖാദി തങ്ങള് കേരളത്തിൽ നിന്ന് പിരിവെടുത്തിട്ട് അതാ മക്കത്ത് കൊണ്ടുപോയി പള്ളി വെച്ച മഹാനല്ലേ. ത്വായിഫിൽ ഉമർ ഖാദി തങ്ങളുടെ പേരിൽ അതാ മഹാനവറുകൾ ഉണ്ടാക്കിയ ഒരു പള്ളി എവിടെയില്ലേ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാട്ടിൽ മലബാറിൽ നിന്ന് പിരിവെടുത്തിട്ട് പോയി പള്ളി വെച്ച ഉമർ ഖാദി തങ്ങളുടെ ആണ്ട് നടത്തുന്ന മാസമല്ലേ? മഹാനവറുകളെ ഓർക്കുന്ന മാസമല്ലേ? മദീനയിൽ ചെന്ന് മഹബത്ത് പറഞ്ഞപ്പോഴേക്ക് റൗളയുടെ കവാടങ്ങൾ തുറക്കപ്പെട്ട മഹാനാണ്. മഹാനവറുകളുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ഹബീബിലേക്ക് മഹബത്ത് വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. ഒരുപാട് തവണ മദീനയിലെത്തിക്കണേ അല്ലാഹ്. ചെറുപ്പക്കാരാ, നീ സിനിമ കണ്ട് സമയം കളയരുത്. ഗീബത്തും നമീമത്തും പറഞ്ഞ് നേരം കളയരുത്. പണ്ഡിതന്മാരെ പരദൂഷണം പറഞ്ഞ് നാവ് കേടുവരുത്തരുത്. പണ്ഡിതന്മാരെ കുറിച്ച് തെറ്റിദ്ധരിച്ച് ഹൃദയം കേടുവരുത്തരുത്. അവരെ നീ തമാശയ്ക്ക് പോലും കുറ്റം പറയരുത്. കാരണം എന്തേ? വിഷം നീ തമാശയ്ക്ക് കഴിച്ചാലും അപകടമാണ്. അതുപോലെ ഒരാലിമിനെയും നീ കൊച്ചാക്കി പറയരുത്. ഒരു സയ്യിദിനെയും നീ ചെറുതായി കാണരുത്. അല്ലാഹുവിന്റെ ദീന് നീ മുറുകെ പിടിക്കണം. രാപ്പകലില്ലാതെ ദീനിനു വേണ്ടി ഓടുന്ന ആലിമീങ്ങളെ ഏതെങ്കിലും ചങ്ങാതിമാര് കുറ്റം പറയുമ്പോഴേക്ക് നീ ചെറുതായി കണ്ടുപോകരുത്. രാപ്പകലില്ലാതെ കിതാബ് നോക്കി അള്ളാന്റെ ദീനിനെ ദഅവത്ത് നടത്തുന്ന ആലിമീങ്ങളെ നീ ഒരു നിലക്കും ചെറുതായി കാണരുത്. അവരുടെ രോമത്തിന്റെ വില പോലും എനിക്കും നിനക്കുമില്ല. അവരെ വിചാരണ ചെയ്യാൻ ഞാനും നീയുമാരുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ടതെല്ലാത്തിനെയും ബഹുമാനിക്കണം. മദീനത്തെ മണ്ണ് കപ്പിത്തിന്ന മഹാന്മാരില്ലേ? മദീനയിലൂടെ പോയ നാൽക്കാലി മൃഗത്തിന്റെ കാല് പിടിച്ച് മുത്തം കൊടുത്തവരില്ലേ? അള്ളാന്റെ ഹബീബ് ജീവിച്ച കാലത്തുണ്ടായിരുന്ന മരമായിരിക്കും എന്ന് ചിന്തിച്ച് 1500 കൊല്ലം പഴക്കമുള്ള ഒരു മരം കണ്ടപ്പോഴേക്ക് കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്തവരില്ലേ? മോനെ, മഹബത്തിന്റെ സ്കെയില് വേറെ, നിയമത്തിന്റെ സ്കെയില് വേറെ. നിയമത്തിന്റെ അളവുകോല് കൊണ്ട് മഹബത്തിനെ അളക്കല്ലേ മോനെ. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ മേൽ നന്നായി സ്വലാത്ത് ചൊല്ലണം. കുറ്റം പറയുന്ന ഒരു കക്ഷിയോടും നീ തർക്കിക്കാൻ പോകരുത്. കാരണം അപ്പൊ റസൂലുള്ളാഹിനെ അവര് കുറ്റം പറയുന്നത് നമ്മൾ കേൾക്കേണ്ടി വരുമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിആറുകളെ കുറ്റം പറയുന്നവരുണ്ടാകും. നീ അവനോട് തർക്കിക്കാൻ പോകണ്ട. കാരണം അപ്പൊ റസൂലുള്ളാഹിന്റെ ശഅറിനെയും അവിടുത്തെ ആധാറുകളെയും അവനൊരു 4 പ്രാവശ്യം കൂടി കുറ്റം പറയുമ്പോ എനിക്ക് സഹിക്കുമോ? നിനക്ക് സഹിക്കാനാകുമോ? അപ്പൊ നീ കാരണമായി ഒരുത്തൻ ഹബീബിന്റെ ആധാറിനെ കുറ്റം പറഞ്ഞാൽ, ഒരു ആലിമിനെ ചീത്ത പറഞ്ഞാൽ നീ അതിന് കാരണക്കാരനായില്ലേ? നീ അത് കേൾക്കേണ്ടി വന്നില്ലേ? നീ അതിന് കുറ്റക്കാരനായില്ലേ? ഇന്ന് കുറെ സോഷ്യൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ് മുസീബത്ത് വന്നിരിക്കുന്നു. അതിന്റെ പിന്നാലെ സമയം കൊല്ലരുതേ മോനെ. എനിക്കും നിനക്കും വയസ്സെവിടെ? സ്വലാത്ത് ചൊല്ലാൻ നേരമുണ്ടോ? ഖുർആൻ ഓതാൻ നേരമുണ്ടോ? വിക്ർ ചൊല്ലാൻ നേരമുണ്ടോ? ആ നേരമൊക്കെ നീ ലൈക്കും ഷെയറും ഉണ്ടാക്കിയിട്ട് സമയം കളഞ്ഞില്ലേ മോനെ? അതാ ഫേസ്ബുക്കിന്റെ പിന്നാലെ പോയി ഞാനിതാ അത്ര ലൈക്ക് ഇത്ര ഷെയർ എന്നൊക്കെ പറഞ്ഞ് മുസീബത്തുണ്ടാക്കുന്ന ചെറുപ്പക്കാരെ, നിനക്ക് സമയം എവിടെ? അപ്പൊ ചോദിക്കും, മുസ്ലിയാരെ നിങ്ങളുടെ പേരിലും ഫേസ്ബുക്കിൽ ഒരു പേജ് ഉണ്ടല്ലോ, അത് സുന്നത്ത് ജമാഅത്തിന്റെ ഒരു പ്രവർത്തകൻ ആളുകളെ വഅദ് കേൾക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്, അല്ലാതെ ഞാനതിൽ നേരിട്ട് ഇടപെടുന്ന ആളല്ല. എന്റെ വഅദിന്റെ അംശങ്ങളൊക്കെ ആരെങ്കിലും കേട്ടോട്ടെ എന്ന്
വിചാരിച്ച് ഒരു പ്രവർത്തകൻ ചെയ്യുന്ന സേവനമാണ്. ഞാനല്ലാതെ ഡയറക്റ്റ് അതിൽ സമയം കളയാറില്ല. കൂട്ടുകാരാ, നീ അങ്ങനെ അതിന്റെ പിന്നാലെ പോയി സമയം കൊല്ലണ്ട. ടി ഉസ്താദ് ഒരു ജീവിതം കൊണ്ട് ഈ വലിയ സ്ഥാപനമുണ്ടാക്കി രാപ്പകലുകൾ ഇബാദത്ത് ചെയ്തു. ഇന്ന് ഞാനും നീയും മരിച്ചാൽ ബാക്കി എന്തുണ്ട് മോനെ? ഞാനും നീയും ഉണ്ടാക്കിയ വല്ല ദീനീ സ്ഥാപനവും ഉണ്ടോ? നമ്മൾ പഠിപ്പിച്ച ആലിമീങ്ങളുണ്ടോ? നമ്മൾ ഇബാദത്ത് ചെയ്ത രാത്രികൾ എണ്ണാനുണ്ടോ? ഇതൊന്നുമില്ലാത്ത നമ്മൾ ഇങ്ങനെ വെറുതെ ആരാന്റെ പിന്നാലെ ഏതെങ്കിലുമൊക്കെ മുസീബത്തുകളുടെ പിന്നാലെ കറങ്ങരുത്. ഫേസ്ബുക്കിലൂടെ ആയാലും ഗീബത്ത് തന്നെ, നമീമത്ത് തന്നെ, തോന്നിവാസ ചിത്രങ്ങൾ തോന്നിവാസം തന്നെ. ആ സമയത്തൊന്ന് സ്വലാത്ത് ചൊല്ലി ഹബീബായ നബി തങ്ങളുടെ മേൽ മഹബത്ത് വെച്ചോ മോനെ. ഒരു കാര്യം നീ ഉറപ്പിക്കണം, ഒരു സാധാരണ മുസ്ലിം റസൂലുള്ളാഹിന്റെ മേൽ കളവ് പറയൂലല്ലോ. അവൻ കള്ളുകുടിയനായാലും ശരി, അവൻ വ്യഭിചാരിയായാലും ശരി, ഹബീബായ റസൂലുള്ളാഹിന്റെ മേൽ കളവ് പറയാൻ ഇഷ്ടപ്പെടൂലല്ലോ. പിന്നെയുണ്ടോ വലിയ ആലിമീങ്ങൾ ഹബീബിന്റെ മേൽ ഇല്ലാത്തത് വല്ലതും കെട്ടിപ്പറയുമോ? ഇതുപോലെ സാധാരണക്കാരാ, എനിക്കും നിനക്കും ഈമാൻ കൊള്ളാൻ ഈ ആലിമീങ്ങളുടെ പരമ്പര വിട്ടാൽ അലിഫ് ലാം മീം എങ്ങനെ ഓതണോന്ന് കിട്ടിയത് എവിടെന്നാണ്? ആലിമീങ്ങളുടെ പരമ്പരയിലൂടെയാണ്. അഥവാ ഉസ്താദ് ഓതി തന്നതല്ലേ അള്ളാന്റെ കലാം ഓതാനുള്ള തെളിവ്. അപ്പോൾ ആലിമീങ്ങൾ അവരുടെ ആദരവോടെ നിലനിൽക്കണം. അവരെ ചോദ്യം ചെയ്യാൻ ജാഹിലീങ്ങൾക്ക് അർഹതയില്ല. അവരെ അനുസരിക്കൽ ജാഹിലീങ്ങളുടെ ബാധ്യതയാണ്. സാധാരണക്കാരെ, എല്ലാത്തിന്റെയും എല്ലാ രഹസ്യവും എല്ലാ തെളിവും നമുക്ക് വേണമെന്ന് വിചാരിച്ചാൽ അത് കഴിയൂല. അല്ലാഹു ജല്ല ജലാലുഹു നമ്മെ മുഴുവനും റസൂലുള്ളാഹിന്റെ മുഹിബ്ബീങ്ങളിൽ പെടുത്തി തരട്ടെ. അങ്ങ് മക്കയിൽ വിശ്രമിക്കുന്ന ടി ഉസ്താദിന്റെ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ. ആ ഇഹ്റാമിന്റെ വസ്ത്രത്തോടെ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ വന്ന് വലിയ പദവി നേടുമ്പോൾ നമ്മളെ പരിചയമുള്ള കൂട്ടുകാരെന്ന നിലയ്ക്ക് നമ്മളെ കൂടി കൈപിടിക്കാൻ പറ്റുന്ന പദവി അല്ലാഹു അവിടത്തേക്ക് നൽകട്ടെ. അവിടുന്ന് ഉണ്ടാക്കി ഈ സ്ഥാപനം ഖിയാമത്ത് നാൾ വരെ അല്ലാഹു നിലനിർത്തി തരട്ടെ. അവിടത്തേക്ക് സഹായിയായി നിന്ന അറബ് സഹോദരൻ അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബറും വെളിച്ചമാക്കി കൊടുക്കട്ടെ. ടി ഉസ്താദിന്റെ ഭാര്യയുടെ അമ്മാവൻ ഇന്ന് മരണപ്പെട്ടു. അല്ലാഹുവേ ഖബർ സ്വർഗമാക്കി കൊടുക്കണം റഹ്മാനേ. അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മളോട് ദുആർക്കാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ദുആർക്കുന്നു. ഈ സദസ്സ് എന്റെ ഹബീബിന്റെ ഉമ്മരപ്പടിയിലേക്ക് വെക്കാനാണ്, മദീനത്തേക്ക് വെക്കാനാണ്. എനിക്ക് മുസ്തഫായ നബി തങ്ങളുടെ മുമ്പിൽ വെക്കാൻ. ഇബ്നു ഹജർ തങ്ങളെ പോലെ വലിയ കിതാബ് ഞാൻ എഴുതിയിട്ടില്ല. ഇമാം ബുഖാരി തങ്ങളെ പോലെ ഹദീസിന് സേവനം ചെയ്തിട്ടില്ല. സ്വഹാബത്തിനെ പോലെ ഹബീബിനെ കണ്ടിട്ടില്ല. താബിഈങ്ങളെ പോലെ സ്വഹാബത്തിനെ കണ്ടിട്ടില്ല. ഇമാമീങ്ങളെ പോലെ ഒരു അമലും ചെയ്തിട്ടില്ല. വലിയ വലിയ ആബിദീങ്ങളെ പോലെ ഒരു ഇബാദത്തും നമ്മുടെ കയ്യിലില്ല. പക്ഷേ ഇത്രയും മുതഅല്ലിമീങ്ങളും മുഹിബ്ബീങ്ങളും സയ്യിദന്മാരും കൂടി ഈ സദസ്സ് റസൂലുള്ളാഹിന്റെ ഉമ്മരപ്പടിയിലേക്ക് വെക്കുന്നു. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണം റഹ്മാനേ. ഇത് റസൂലുള്ളാഹിനെ കാണാനൊരു വസീലയാക്കണം റഹ്മാനേ. ഞങ്ങളെ നീ ഹബീബിലേക്കൊന്ന് ലയിപ്പിച്ച് ഖബർ സ്വർഗമാക്കി തരണം റഹ്മാനേ. പകലന്തിയോളം റസൂലുള്ളാഹിന്റെ ദീനിന് സേവനം ചെയ്തിട്ട് രാത്രി എവിടെയോ ഒന്ന് വിശ്രമിക്കുമ്പോ ഏത് ദീനിനാണോ നമ്മൾ സേവനം ചെയ്തത് ആ നേതാവിന്റെ ഒരു സമ്മതം രാത്രി കിട്ടണം. അതെത്ര വലിയൊരു ഭാഗ്യമായിരിക്കും. അത് ഞങ്ങൾക്ക് നൽകണേ മന്നാനേ.